ഇന്നത്തെ ഈ വീഡിയോയിൽ ഇല്ലിക്കക്കല്ല് പോയതിൻ്റെ ഒരു വീഡിയോ ആണ്. ഒരു 2-3 മാസം മുമ്പ് പോയതാണ്. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ കാണണേ. സത്യത്തിൽ ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിന്ന് എൻ്റെ ഫോൺ എടുത്ത് എനിക്ക് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് വീഡിയോസ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തപ്പം ഈ വീഡിയോ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെറുതെ ഡിലീറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ പെട്ടെന്ന് എഡിറ്റ് ചെയ്തങ്ങ് ഇട്ടേക്കാം, എന്നിട്ട് ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച്. സത്യത്തിൽ ഇല്ലിക്കക്കല്ലിൽ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, മാക്സിമം നേരത്തെ പോവുക. ഈ ഉച്ചയാവാനൊന്നും നോക്കിയിരിക്കില്ല. കാരണം ഞങ്ങൾ ഈ ഇല്ലിക്കക്കല്ലിൻ്റെ ഒരു 2 കിലോമീറ്റർ മുന്നേ എത്തിയപ്പോൾ തൊട്ട് ഞങ്ങൾ അവിടെ കണ്ടെടുത്ത് നിന്നെല്ലാം ഫോട്ടോയൊക്കെ എടുത്ത് വരുമ്പോഴേ അവിടുത്തെ നാട്ടുകാരൊക്കെ ആണല്ലോ, അവർ പറയുന്നുണ്ട് പെട്ടെന്ന് പൊക്കോ അല്ലെങ്കിൽ ബ്ലോക്ക് ആവുമെന്ന് പറയുന്നുണ്ട്. ഞങ്ങൾക്കിത് മനസ്സിലാവുന്നില്ല, ഇവിടെ എന്ത് ബ്ലോക്ക് ഉണ്ടാവാനാണെന്നൊരു ചിന്തയായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ആടി തൂങ്ങി മേളി അങ്ങോട്ട് കുറച്ച് വണ്ടി മുന്നോട്ട് ചെന്നപ്പോഴാണ് അവിടെ ഇവിടെ എല്ലാം ബ്ലോക്ക്. പിന്നെ ഞങ്ങൾ കിട്ടിയ സ്ഥലത്ത് വണ്ടി തിരികെ കയറ്റിയിട്ട് ഞങ്ങൾ നടന്നു പോകുന്ന കാഴ്ച നിങ്ങൾ കണ്ട്. പിന്നെ കുറേ കഴിഞ്ഞപ്പം നടന്ന് അത്രയും നമുക്ക് ഈ നട്ടുച്ചയ്ക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും അത്രയും കയറാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് തിരിച്ചു പോരുന്നേക്കാൻ. അങ്ങനെ ഞങ്ങൾ വണ്ടി തിരിച്ച് താഴെ വന്ന ഒരു 2 കിലോമീറ്റർ താഴെ വരുമ്പോഴാണ് ഈ ഒരു ഹോം സ്റ്റേ. അതായത് ഇല്ലിക്കക്കല്ലിലോട്ട് പോകുമ്പോൾ ഈ ഹോം സ്റ്റേ കഴിഞ്ഞിട്ടാണ് ഇല്ലിക്കക്കല്ല്. അപ്പോൾ ഞങ്ങൾ ഇല്ലിക്കക്കല്ലിൻ്റെ അവിടെ നിന്ന് തിരിച്ച് വന്നപ്പോൾ ഇവിടെ ഇറങ്ങി. ഇവിടെ ഇത് ഹോം സ്റ്റേ ആണ്, ഇത് അടിപൊളിയായി. അവിടെ ആരും ഇല്ലാഞ്ഞുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചോദിക്കാനൊന്നും പറ്റില്ല. ആദ്യം തന്നെ ഞങ്ങൾ കയറിയത് തന്നെ പേടിച്ചാൽ, പിന്നെ ആരും ഇല്ലായിരുന്നത് കൊണ്ട് ഞങ്ങളങ്ങ് കയറിയപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു. അവിടെ ഇഷ്ടംപോലെ മൃഗങ്ങളുണ്ട്, പട്ടിക്കുഞ്ഞ്, പിന്നെ പശു, ആട്, പിന്നെ കോഴികൾ. എനിക്ക് തോന്നുന്നു ഈ ഹോം സ്റ്റേയിലേക്കുള്ള പാലും കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ടായിരിക്കും ഈ മൃഗങ്ങളെയൊക്കെ വളർത്തിയേക്കുന്നത്. നല്ലൊരു അന്തരീക്ഷമാണ്. അവിടുത്തെ പൂന്തോട്ടമൊക്കെ അടിപൊളിയായി. ഞങ്ങൾ കുറേ ഫോട്ടോ അവിടെ നിന്നുകൊണ്ട് എടുത്തായിരുന്നു. പിന്നെ ഇല്ലിക്കക്കല്ല് കയറാൻ പറ്റിയില്ലെങ്കിലും ഇതെങ്കിലും കയറാൻ പറ്റിയല്ലോ. അങ്ങനെ മൊത്തത്തിലൊരു നല്ല ആ കയറി ചെല്ലുന്ന അവിടെയൊക്കെ കണ്ട ഒരു പഴയ കാലത്തെ ഒരു മോഡലൊരു ഇതൊക്കെ വെച്ചിട്ടുള്ളൊരു ക്ലോക്കും സെറ്റപ്പായിരുന്നു. നല്ലൊരു സ്ഥലമായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ഒക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഇറങ്ങി വന്നത് കേട്ടോ. റോഡ് സൈഡിൽ തന്നെയായിരുന്നു ഈ ഒരു ഹോം സ്റ്റേ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തിട്ട് തിരിച്ചു പോരുമായിരുന്നു. സത്യം പറഞ്ഞാൽ അവിടെ ഇഷ്ടം പോലെ ആളുകൾ വരുന്നുണ്ട്. വലിയ സംഭവങ്ങളൊന്നും ഇല്ലിക്കക്കല്ലിലുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ പോലും ആൾക്കാർ വരുന്നുണ്ട്. ഞാൻ നോക്കിയപ്പം നടക്കാൻ പോലും വയ്യാത്തൊരു അമ്മച്ചിയെ മക്കളെല്ലാം കൂടെ കൈക്ക് പിടിച്ച് കയറ്റിക്കൊണ്ടൊക്കെ പോകുന്നുണ്ട്. പിന്നെ ബ്ലോക്ക് ആയിരുന്നപ്പോൾ അവരും തിരിച്ചു പോരുന്നു. അല്ല പിന്നെ അത്രയും നേരം വെയിറ്റ് ചെയ്ത് ബ്ലോക്കെല്ലാം മാറിയിട്ട് മണിക്കൂറുകൾ കിടക്കണം. അപ്പോൾ അമ്മച്ചിയാണെങ്കിൽ തിരിച്ചു വന്നപ്പോൾ അമ്മച്ചിയുടെ ചെരുപ്പ് മോൻ്റെ കയ്യിലായിരുന്നു. അമ്മച്ചിയെ തൂക്കിയെടുത്ത് അങ്ങനെയല്ല, നടത്തിക്കൊണ്ട് വണ്ടിയെ കൊണ്ടുവരുമായിരുന്നു, തിരിച്ചു പോരുമായിരുന്നു അവരൊക്കെ. അതാ പറഞ്ഞത്, നേരത്തെ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ആലപ്പുഴ ബീച്ച് ട്രിപ്പ് പാളിയ പോലെ കോട്ടയം ഇല്ലിക്കക്കല്ലും പാളി ഞങ്ങൾ തിരിച്ചു വന്നു. ഇനിയിപ്പോൾ ഒന്നും ഇല്ലെങ്കിലും കുറച്ച് ഫോട്ടോയെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ച് കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ മലയിറങ്ങി. എന്താ ഈ ചുരം പോലെ കേട്ടോ, ഭയങ്കര വളവും തിരിവും കല്ലും ഒക്കെ ഈ കോട്ടയം ഇല്ലിക്കക്കല്ലെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു വീഡിയോ. താങ്ക് യു.